സഹകരണത്തിലൂടെ ജീവിതം സുഗമമാക്കുക എന്നതാണ് പ്രകൃതി നൽകുന്ന പാഠമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. വികാരജീവി എന്നതിനപ്പുറം വിചാരജീവിയായും അതുവഴി വിവേകജീവിയായും ഓരോരുത്തരും മാറണം. എറണാകുളം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ 1-ാം ദിവസം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. രാവിലെ അമ്മ എത്തുമ്പോഴേക്കും 40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേജും പന്തലും നിറഞ്ഞിരുന്നു. ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിൽ എത്തിയ അമ്മയെ സ്വീകരിക്കാൻ എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക AS, സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തി. പ്രശസ്ത സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ അമൃതവർഷിണി 2026 സോവനീർ പ്രകാശനം അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം നടന്നു. സഹകരണം, സൗഹൃദം, സഹവാസം എന്നീ ചിന്തകൾ കൂടുതൽ ആവശ്യപ്പെടുന്ന കാലമാണിതെന്ന് അമ്മ പറഞ്ഞു. ജനനത്തിനും മരണത്തിനും മധ്യത്തിലുള്ള ജീവിതം എന്ന ഇടവേളയ്ക്ക് പ്രസക്തിയും പ്രാധാന്യവും കൈവരുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. പ്രകൃതിയോടും സഹജീവികളുടെ മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള നമ്മുടെ ധർമ്മം നിറവേറ്റുമ്പോഴാണ് നല്ല കർമ്മം എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തി പല നല്ല പാഠങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. അതെല്ലാം വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാമായിരുന്നു. ഓരോ ആപത്തും, ഇത് മഹാമാരിയാകട്ടെ, പ്രക്ഷോഭമാകട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, എല്ലാം പ്രധാനമായി 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1 സഹകരണം, 2 സഹൃദയം, 3 സഹവാസം. മനുഷ്യരും തമ്മിൽ സഹകരിച്ച് നീങ്ങുക, പ്രകൃതിയുമായി സഹൃദം പ്രാപിക്കുക, ശക്തിയായി സഹവാസം നടത്തുക. ഈ 3 കാര്യങ്ങൾ കുറേശ്ശെങ്കിലും പ്രാവർത്തികമാക്കില്ലെങ്കിൽ അത് ജീവിതത്തിലെ എല്ലാ മേഖലകളും ബാധിക്കുമെന്നുള്ളതാണ് സത്യം. സന്ധി സംഭാഷണങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അത്തരമൊരു സമീപനമാണ് നമ്മൾ പ്രകൃതിയോട് സ്വീകരിച്ചിരിക്കുന്നത്. ഭജന, ധ്യാനം എന്നിവയ്ക്ക് ശേഷം അമ്മ ഭക്തർക്ക് ദർശനം നൽകി. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, തിലഹോമം, മഹാഗണപതി ഹോമം, സുദർശന ഹോമം, നവഗ്രഹ ഹോമം എന്നിവ നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ശനിദോഷ നിവാരണ പൂജയും നടക്കും. അമൃത ന്യൂസ്, കൊച്ചി.